ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. 1 മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് ക്ലാസ് സ്കൂൾ ഫൺ ടൈം എന്ന ഈ ചാനലിൽ ഉണ്ടായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഓരോരോ മത്സരങ്ങളും വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. യൂണിറ്റ് 1 ടെൻഡർ ടച്ച്. പാഠം 1 ടെൻഡർ ടച്ച്. ഇവിടെ താഴെ ഒരു കോഡ്സ് ഉണ്ട്, അത് കണ്ടോ? ഗിവ് യുവർ ഹാൻഡ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. സഹായിക്കാൻ നിങ്ങളുടെ കൈകളും സ്നേഹിക്കാൻ നിങ്ങളുടെ ഹൃദയവും നൽകുക എന്നാരാ പറഞ്ഞ്? മദർ തെരേസ ആണിത് പറഞ്ഞ. ഇവിടെ 2 പിക്ചർ കണ്ടോ? ഇതെന്താണ് ഈ പിക്ചർ? നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നിയത്? കമ്പയർ ദ അബോവ് പിക്ചർ. വാട്ട് ആർ യുവർ കമൻറ്റ്സ്? ഇത് രണ്ടിനെ താരതമ്യം ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ചോദിച്ചത്. എന്താണ് നിങ്ങൾക്ക് ഇത് രണ്ടും കണ്ടിട്ട് എന്താ പറയാൻ തോന്നുന്നത്? ഇനി നമുക്ക് കഥയിലേക്ക് വരാം. എ സണ്ണി മോർണിംഗ്. എ സണ്ണി മോർണിംഗ്, വെയിലുള്ള പ്രഭാതം. സണ്ണി മോർണിംഗ് എന്ന് വെച്ചാൽ വെയിലുള്ള പ്രഭാതം. ഇപ്പോൾ രാവിലെ വെയിലുണ്ടാവൂലേ? രാവിലെ എണീക്കുമ്പോൾ തന്നെ വെയിലുണ്ടാവൂലേ? അതാണ് എ സണ്ണി മോർണിംഗ്. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. പ്രഭാത സൂര്യൻ ജനാലിലൂടെ എത്തി നോക്കി. പീപ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. വിൻഡോ എന്ന് പറഞ്ഞാൽ അറിയൂലേ? ജനല്. മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. രാവിലത്തെ സൂര്യൻ ജനൽ വഴി എത്തി നോക്കി. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. എന്താ? സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, വൈകിരിക്കുന്നു പ്രിയേ എന്നാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, വൈകിരിക്കുന്നു. ഡിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആൾക്കാരെ പറയൂലേ ഡിയർ എന്ന്, അതാണ് പ്രിയേ എന്നാണ് അർത്ഥം. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അമ്മ മൃദുവായ സ്വരത്തിൽ സാഷയെ വിളിച്ചു. ചെറിയ ശബ്ദത്തിൽ വിളിക്കൂലേ? മോളെ എഴുന്നേൽക്കൂ, അങ്ങനെ വിളിക്കൂലേ? അങ്ങനെയാണ് വിളിച്ചത്. സാഷ സാഷ വൈകിരിക്കുന്നു പ്രിയേ എന്ന് അമ്മ ചെറിയ ശബ്ദത്തിൽ വിളിച്ചു. ഷീ വാസ് ഹാഫ് എസ്ലീപ്പ്. അവൾ പാതി ഉറക്കത്തിലായിരുന്നു. ഷീ വാസ് ഹാഫ് എസ്ലീപ്പ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്കർ. എന്താ? ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്കർ. അയ്യോ അമ്മേ, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ. എ ലിറ്റിൽ ലോങ്കർ എന്ന് വെച്ചാൽ കുറച്ചുകൂടി. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കേം ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. നോ ഡിയർ, വേണ്ട മോളെ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്, ഇപ്പോൾ തന്നെ വൈകി. മദർ കേം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. അമ്മ അകത്തേക്ക് വന്ന് അവളെ പതുക്കെ തലോടി. പാറ്റഡ് എന്ന് പറഞ്ഞാൽ തലോടി. ജെന്റ്ലി പാറ്റഡ്, പതുക്കെ തലോടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിംഗ് ഹെർ ഐസ്. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിംഗ് ഹെർ ഐസ്. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റു. റബ്ബിംഗ് എന്ന് പറഞ്ഞാൽ തിരുമ്മുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കണ്ണൊക്കെ തിരുമ്പിയല്ലേ എണീക്കുക? അങ്ങനെ അവൾ എണീച്ചു. വാട്ട്സ് ദാറ്റ് സ്മെൽ? എന്തൊരു മണം. ലവ്ലി, മനോഹരം. ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. എന്താണ്? വാട്ട്സ് ദാറ്റ് സ്മെൽ? എന്താ ഒരു മണം. ലവ്ലി, ലവ്ലി എന്ന് പറഞ്ഞാൽ മനോഹരം. അടിപൊളി എന്നൊക്കെ പറയൂലേ? അങ്ങനെ സൂപ്പർ എന്നൊക്കെ പറയൂലേ? അതേപോലെ ലവ്ലി എന്ന് പറഞ്ഞാൽ മനോഹരം. ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം. ഡീപ് ബ്രീത്ത് പറഞ്ഞാൽ ദീർഘശ്വാസം. ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്, ദീർഘശ്വാസം വലിച്ചു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. അവൾ അടുക്കളയിലേക്ക് ഓടി. റഷ്ഡ്, ഓടി. ടു ദ കിച്ചൺ, അടുക്കളയിലേക്ക്. മദർ ഫോളോഡ് ഹെർ. അമ്മയും അവളെ പിന്തുടർന്നു.
അവൾ ഓടുമ്പോൾ അമ്മ അവളുടെ ബാക്കിൽ തന്നെ പോയി. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വായിച്ചാലോ. വൈ ഡിഡ് സാഷ റഷ് ടു ദി കിച്ചൺ? സാഷ എന്തിനാണ് അടുക്കളയിലേക്ക് തിടുക്കത്തിൽ പോയത്? പെട്ടെന്ന് ഓടിപ്പോയത് എന്തിനാ അടുക്കളയിലേക്ക്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അടുക്കളയിൽ അവൾ എന്ത് കാണും? എന്തായിരിക്കും കാണുക? അടുത്ത പേജിൽ നോക്കാം. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. ഷാസക്ക് ഇഷ്ടപ്പെട്ട ലഘുഭക്ഷണം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ തിരക്കിലാണ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പലഹാരം തയ്യാറാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നൊക്കെ പറയൂലേ, അതാണ് യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം റെഡിയാണ്. ഹി സെഡ്, അയാൾ പറഞ്ഞു. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. എന്താ പറഞ്ഞേ? അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അമ്മേ, ഇതിൽ നിന്ന് കുറച്ച് സ്കൂളിൽ കൊണ്ടുപോകണോ? സാഷ ചോദിച്ചു. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. മദർ എന്താ പറഞ്ഞേ? ഷുവർ, ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. ശരി മോളെ, പോയി ഒരുങ്ങി വാ, അമ്മ പറഞ്ഞു. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവൾ വാഷ്റൂമിലേക്ക് പോയി, ടോയ്ലറ്റിലേക്ക് പോയി. ഹമ്മിങ് എ ട്യൂൺ, മൂളിപ്പാട്ട് പാടൂലേ? നമ്മളൊക്കെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ മൂളിപ്പാട്ട് പാടൂലേ? അങ്ങനെ മൂളിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോയി. സാഷ, ആർ നോട്ട് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നെവിൻ, ഹെർ ഫ്രണ്ട്. എന്താന്ന്? സാഷ, ആർ നോട്ട് യു റെഡി യെറ്റ്? ആർ നോട്ട് യു റെഡി യെറ്റ്? നീ ഇതുവരെ റെഡിയായില്ലേ? ഇറ്റ് വാസ് നെവിൻ, അത് നെവിൻ ആയിരുന്നു. ഹെർ ഫ്രണ്ട്, അവളുടെ സുഹൃത്ത്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്, അവൻ ഗേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുകയായിരുന്നു. ജസ്റ്റ് 5 minutes, സാഷ ഹരീഡ് അപ്പ്. ജസ്റ്റ് 5 minutes, സാഷ ഹരീഡ് അപ്പ്. 5 മിനിറ്റ് മാത്രം. സാഷ വേഗം എഴുന്നേറ്റു. ഹരീഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? സാഷയുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണം എന്താണ്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്ന്? സാഷയുടെ ഇഷ്ടപ്പെട്ട സ്നാക്സ് എന്തായിരിക്കും? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? അടുത്ത പേജിലേക്ക് പോവാം. ദ സർപ്രൈസ്. ദ സർപ്രൈസ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത്ഭുതം. നമ്മൾ പറയാതൊക്കെ ചെയ്യൂലേ, അതിനാണ് സർപ്രൈസ് എന്ന് പറയുക. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദി ബെൽ റാങ്. എന്താണ്? സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദി ബെൽ റാങ്. ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് സാഷയും നവീനും സ്കൂളിലെത്തി. ജസ്റ്റ് ബിഫോർ. ഇറ്റ് സ്മെൽ നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. എന്താണ്? ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. നല്ല മണം. വാട്ട്സ് ഇൻ യുവർ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാഗിൽ എന്താണുള്ളത്? നവീൻ ചോദിച്ചു. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. ഒരു അത്ഭുതം തന്നെ. കുറച്ചു നേരം കാത്തിരിക്കൂ. സാഷ took out the tiffin box and opened it. Sasha took out the tiffin box and opened it.
സാഷ ടിഫിൻ ബോക്സ് എടുത്ത് തുറന്നു. ഓപ്പൺ ഇഡിറ്റ്, തുറന്നു. വാവ്, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലൈംഡ്. വാവ്, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലൈംഡ്. എക്സ്ക്ലൈംഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടി. സർപ്രൈസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടൂലേ, പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഞെട്ടൂലേ, അതിനാണ് പറയുന്നത് എക്സ്ക്ലൈംഡ്. ഓൾ ദി ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സഷ. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സഷ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും സഷയുടെ അടുത്തേക്ക് പാഞ്ഞു. റഷ്ഡ്, പാഞ്ഞു. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ, നെവിൻ സെഡ്. വെയിറ്റ്, കാത്തിരിക്കൂ. ഡോണ്ട് റഷ്, തിരക്ക് കൂട്ടല്ലേ. ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ, എല്ലാവർക്കും ആവശ്യത്തിനുണ്ട്. ഇനഫ്, ആവശ്യത്തിന്. നവീൻ സെഡ്, ആരാ പറഞ്ഞേ? നവീൻ പറഞ്ഞു. അറ്റ് ദാറ്റ് മൊമെന്റ് someone appeared at the window. അറ്റ് ദാറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം, ആ ഒരു സമയത്ത് എന്ന് പറയൂലേ. someone appeared at the window. appeared എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ഒരാളെ കാണൂലേ, നടന്നുകൊണ്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരാളെ കാണൂലേ, അതിനാണ് പറയുന്നത് appeared. അറ്റ് ദാറ്റ് മൊമെന്റ് someone appeared at the window. ആ നിമിഷം ജനലിനടുത്ത് പെട്ടെന്ന് ഒരാളെ കണ്ടു. ഹേയ്, ഹു ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. ഏയ്, അതാരാണ്? സാഷ ചോദിച്ചു. ഹു ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. ഇനി താഴെ ക്വസ്റ്റ്യൻ കണ്ടോ? സാഷ സോ സംബഡി അറ്റ് ദി വിൻഡോ. ഹു കുഡ് ദാറ്റ് ബി എന്ന് പറഞ്ഞാൽ സാഷ ജനലിനടുത്ത് ആരെയോ കണ്ടു. അതാരായിരിക്കും? അടുത്ത പേജ് നോക്കാം. എ ഗേൾ അറ്റ് ദി വിൻഡോ. എ ഗേൾ അറ്റ് ദി വിൻഡോ എന്ന് പറഞ്ഞാൽ ജനാലിൽ ഒരു പെൺകുട്ടി. ജനലിനടുത്തല്ല ഒരു പെൺകുട്ടി കണ്ടേ, അപ്പൊ അതാണ്. നവീൻ ലുക്ക്ഡ് അറ്റ് ദി വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ലുക്ക്ഡ് അറ്റ് ദി വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവെയർ, ഹി സെഡ്. ഐ ഹാവ് സീൻ ഹെർ സംവെയർ, ഹി സെഡ്. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്, അവൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി അവരെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ. മെസ്സി ഹെയർ എന്ന് പറഞ്ഞാൽ അലങ്കോലമായ മുടി. സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. ഷീ ലുക്ക്ഡ് വെരി ടയർഡ്. അവൾ വളരെ ക്ഷീണിതായി കാണപ്പെട്ടു. ഷീ ലുക്ക്ഡ് വെരി ടയർഡ്. അവളെ കാണാൻ വളരെ ക്ഷീണിതയെ പോലെ ഉണ്ടായിരുന്നു, ക്ഷീണിച്ച പോലെ ഉണ്ടായിരുന്നു. സാഷ വെന്റ് ടു ദ വിൻഡോ. എന്താ? സാഷ വെന്റ് ടു ദ വിൻഡോ. സാഷ ജനലിനടുത്ത് പോയി. ഷീ ഓഫർഡ് എ ഉണ്ണിയപ്പം ടു ദ ഗേൾ. ഷീ ഓഫർഡ് എൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവൾ ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റൺ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. ബട്ട് ദി ഗേൾ റൺ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ ആ പെൺകുട്ടി അതെടുക്കാതെ ഓടിപ്പോയി, അത് വാങ്ങാതെ ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ ആ പെൺകുട്ടിയെ പിന്തുടർന്നു, ആ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ബട്ട് ദി ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദി ബഷസ്. ബട്ട് ദി ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദി ബഷസ്. പക്ഷെ ആ പെൺകുട്ടി കുറ്റിക്കാടുകൾക്ക് പിന്നിൽ അപ്രത്യക്ഷയായി. ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി, കാണാതെ ആവൂലേ പെട്ടെന്ന്.
അതിനാണ് പറയുന്നത് ഡിസപ്പിയർഡ്. ബിഹൈൻഡ് ബഷസ്. ബഷസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റിക്കാട്. കാട് എന്ന് അവർക്ക് പറയൂലേ, അതാണ്. വേർ ഡസ് ഷീ ലീവ്? വേർ ഡസ് ഷീ ലീവ്? അവൾ എവിടെയാണ് താമസിക്കുന്നത്? സാഷ ആസ്ക്ഡ് നവീൻ, ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ഒരു വലിയ ഉണ്ണിയപ്പം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നവീനോട് സാഷ ചോദിച്ചു. ഐ ഡോണ്ട് നോ, ഹി സെഡ്. എനിക്കറിയില്ല എന്ന് അവൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. സാഷ സെഡ്. പുവർ ഗേൾ, പാവം പെണ്ണ്. ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, അവളുടെ വസ്ത്രങ്ങൾ കീറിപ്പോയിരിക്കുന്നു. ടോൺ എന്ന് പറഞ്ഞാൽ ടോൺ, TORN. എന്താ പറയുക? കീറിപ്പോയ വസ്ത്രം ധരിക്കൂലേ, പഴയ വസ്ത്രമൊക്കെ, അതിനാണ് പറയുന്നത് ടോൺ, കീറിപ്പോയ. സാഷ സെഡ്, സാഷ പറഞ്ഞു. ഇവിടെ താഴെ ക്വസ്റ്റ്യൻ കണ്ടോ? വൈ ഡിഡ് നോട്ട് ദ ഗേൾ അക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? വൈ ഡിഡ് നോട്ട് ദ ഗേൾ അക്സെപ്റ്റ് ദി ഉണ്ണിയപ്പം? ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഉണ്ണിയപ്പം സ്വീകരിക്കാത്തത്? ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഉണ്ണിയപ്പം സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ഇൻ ദ ഗേൾ കംസ് അഗെയിൻ. ദ ഗേൾ കംസ് അഗെയിൻ. ആ പെൺകുട്ടി വീണ്ടും വരുന്നു. അഗെയിൻ, വീണ്ടും. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഓൺ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. എന്താണ്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ഏറ്റവും നല്ല സുഹൃത്തുക്കൾക്ക് ഒരു നെറ്റിച്ചുളിവിനെ പുഞ്ചിരിയാക്കി മാറ്റാൻ കഴിയും നിങ്ങൾക്ക് നിരാശ തോന്നുമ്പോൾ. വെൻ യു ഫീൽ ഡൗൺ. വെൻ യു ഫീൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ തോന്നുമ്പോൾ. ഈ ഫ്രൗൺ എന്ന് പറഞ്ഞാൽ നെറ്റിച്ചുളിവിനെ എന്നാണ് പറയുക. നെറ്റിച്ചുളിവിനെന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കൂലേ, നിങ്ങൾ നിരാശയായിരിക്കൂലേ. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല സുഹൃത്തിന് നിങ്ങളെ ചിരിപ്പിക്കാൻ കഴിയും എന്നാണ്. ഓക്കെ. മിസ്സിസ് അനുപമ, ദർ ടീച്ചർ. ഈ MS അനുപമ എന്ന് കണ്ടോ? അതിനെ വായിക്കുക മിസ്സിസ് അനുപമ എന്നാണ്. ഇത് അവരുടെ ടീച്ചറാണ്, അതുകൊണ്ടാണ്. മിസ്സിസ് അനുപമ, ദർ ടീച്ചർ, വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. മിസ്സിസ് അനുപമ, ദർ ടീച്ചർ, വാസ് സിംഗിങ് എ സോങ് ഇൻ ദി ക്ലാസ്. അവരുടെ അധ്യാപികയായ ശ്രീമതി അനുപമ ക്ലാസ്സിൽ ഒരു പാട്ട് പാടുകയായിരുന്നു. ഇങ്ങനെ ആ ടീച്ചർ ക്ലാസ്സിൽ പാട്ട് പാടുകയായിരുന്നു. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദി ഡോർ. പെട്ടെന്ന് സാഷ വാതിൽക്കൽ വെച്ച് പെൺകുട്ടിയെ വീണ്ടും കണ്ടു. സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദി ഡോർ. വാതിൽക്കൽ വെച്ച് ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടു. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. സാഷ മർമറഡ്. പാവം പെണ്ണ്, അവൾ അകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. സാഷ പിറുപിറുത്തു. മർമറഡ് എന്ന് പറഞ്ഞാൽ മെല്ലെ ഇങ്ങനെ പറയൂലേ, പിരിപിരി പറയൂലേ, അതിനാണ് പറയുന്നത് മർമറഡ്. എന്താ പറഞ്ഞേ? പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. സാഷ മർമറഡ്. പാവം പെണ്ണ്, എനിക്ക് തോന്നുന്നു അവൾക്ക് അകത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് എന്ന് സാഷ പറഞ്ഞു. ലിസൺ, സെഡ് ദി ടീച്ചർ. ഹിയറിംഗ് ദ ടീച്ചർ വോയിസ്, ദ ഗേൾ റൺ അവേ. ലിസൺ എന്ന് പറഞ്ഞാൽ കേട്ടോ. സെഡ് ദി ടീച്ചർ, ടീച്ചർ പറഞ്ഞു. ഹിയറിംഗ് ദ ടീച്ചർ വോയിസ്, ദ ഗേൾ റൺ അവേ. ടീച്ചറുടെ ആ ശബ്ദം കേട്ട് ആ പെൺകുട്ടി ഓടിപ്പോയി. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ? വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? ആ പെൺകുട്ടി വീണ്ടും വന്നത് എന്തിനായിരിക്കും? ഉണ്ണിയപ്പം കഴിക്കാനായിരിക്കും? അല്ല,
സാഷയെ കാണാനായിരിക്കും. എന്തിനായിരിക്കും? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ് അതാത് ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലോ സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.